പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. താലൂക്ക് രൂപീകരണമില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ തീരുമാനം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കിയവരാണ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. ചെർപ്പളശ്ശേരി നെല്ലായ മഞ്ചക്കൽ കുന്നിടിക്കലിനെ ശക്തമായി നേരിടാൻ സിപിഎം തീരുമാനം. സിപിഎമ്മിനെതിരെ വ്യാജ പ്രചരണം ഭൂമാഫിയകൾ നടത്തുന്നുവെന്ന് ഏരിയ സെക്രട്ടറി. രാഷ്ട്രീയ സ്വാധീനത്തിൽ നേടിയ ഉത്തരവുകളാണ് ഭൂമാഫിയയുടേതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ. പുലിക്കല്ലൂർ മപ്പാട്ടുകര മാരായമംഗലം റോഡിനോട് അവഗണനയെന്ന് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് അവഗണിക്കുകയാണെന്ന് വാർഡംഗം. MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുമെന്നും വാർഡംഗം. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. റബ്ബർ മരം പൊട്ടിവീണ് വീട് തകർന്നു. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും കാഞ്ഞിരപ്പുഴയിൽ ബസ് സ്റ്റാൻഡില്ല. സഞ്ചാരികളെ ഓർത്തെങ്കിലും സ്റ്റാൻഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പട്ടാമ്പി യൂത്ത് കോൺഗ്രസിൽ ചേരിതിരിവ് പ്രകടമാക്കിയ ഒരു വിഭാഗം കൺവെൻഷൻ നടത്തി. താലൂക്ക് രൂപീകരണത്തിലെ വഞ്ചനയ്ക്കെതിരെ പ്രക്ഷോഭം നടത്താൻ ഞായറാഴ്ച നടന്ന കൺവെൻഷനിൽ തീരുമാനമായി. ഞായറാഴ്ച നടന്ന കൺവെൻഷനിൽ യൂത്ത് കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരാണ് കൺവെൻഷൻ നടത്തിയതെന്നും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പട്ടാമ്പി വെൽക്കം ഓഡിറ്റോറിയത്തിലാണ് ഞായറാഴ്ച ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നിസാറിന്റെ അധ്യക്ഷതയിലായിരുന്നു കൺവെൻഷൻ. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പറായ മാളുക്കുട്ടി, പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KB അനിത, ലതാകുമാരി, പാലത്തിങ്കൽ നബീസ, അഡ്വക്കേറ്റ് സിനി, TP നസീർ, മറ്റ് നേതാക്കളായ NP രാമചന്ദ്രൻ, K അബ്ദുഹാജി, മുഹമ്മദ് കമാൽ, AK ഉമ്മർ, അനന്തകൃഷ്ണൻ, രാമദാസ്, നാസർ ചൂരക്കോട്, ഷേഖാമു എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ കോൺഗ്രസിന് മുന്നിൽ രൂപപ്പെട്ട ചേരിതിരിവാണ് യൂത്ത് കോൺഗ്രസ് കൺവെൻഷനിലൂടെ വീണ്ടും പ്രകടമായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CP മുഹമ്മദ് MLAക്കെതിരെ രംഗത്ത് വന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കൾ തന്നെയാണ് പുതിയ നീക്കത്തിനും ചുക്കാൻ പിടിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ നീക്കമെങ്കിലും പാർട്ടിക്കുള്ളിലെ ചേരിതിരിവ് തന്നെയാണ് പട്ടാമ്പിയിൽ ഞായറാഴ്ച നടന്ന യൂത്ത് കോൺഗ്രസ് കൺവെൻഷനിലൂടെ പരസ്യമായി പുറത്തുവന്നിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് രൂപീകരണത്തിൽ വഞ്ചിക്കുന്ന നിലപാടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്നും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് രൂപം നൽകാനും ഞായറാഴ്ച എന്ന കൺവെൻഷനിൽ തീരുമാനിച്ചിട്ടുണ്ട്. താലൂക്കിന്റെ പേരിൽ സമരം നടത്തിയാൽ അത് CP മുഹമ്മദ് MLAക്കെതിരെയുള്ള പരോക്ഷമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് ഇവർ കണക്കാക്കുന്നതും. അതേസമയം പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ നടന്ന കൺവെൻഷന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് CP സജാദ്, ജനറൽ സെക്രട്ടറിമാരായ K മിൻഹാസ്, ഷൌക്കത്ത് അലി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട 2 വ്യക്തികൾ സംഘടിപ്പിച്ച യോഗമാണിതെന്നും വാർത്താക്കുറിപ്പിൽ ഇവർ ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും ഇവർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചെർപ്പളശ്ശേരി നെല്ലായ മഞ്ചക്കൽ കുന്നിടിച്ചു നിരത്തുന്ന ഭൂമാഫിയകൾക്കെതിരെ CPM നിലപാട് ശക്തമാക്കുന്നു. എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് ഭൂമാഫിയ കുന്നിടിക്കുന്നതെന്ന് CPM നേതാക്കൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വന നിയമം ഭൂമാഫിയകൾ അട്ടിമറിച്ചെന്നും നേതാക്കൾ ആരോപിച്ചു. ചെർപ്പളശ്ശേരി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭൂമാഫിയകൾ മഞ്ചക്കൽ കുന്ന് ഇടിക്കുന്നതിനെതിരെയുള്ള നിലപാടുമായി CPM രംഗത്തെത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മറും ചെർപ്പളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷുമാണ് CPM നിലപാട് വിശദീകരിച്ചത്. ഷോപ്പിംഗ് മാളും കണ്ണാശുപത്രിയും നിർമ്മിക്കാനാണെന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്നും KB സുഭാഷ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവരവിടെ ഏതെങ്കിലും തരത്തിലൊരു വികസന പ്രവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഇവിടെ 70 സെന്റ് സ്ഥലത്ത് 3 വീട് വെക്കാൻ വേണ്ടി ജില്ലാ കലക്ടറോട് ആ സ്ഥലം നിരപ്പാക്കാനുള്ള അനുമതിക്ക് അപേക്ഷിച്ചതിന്റെ അപേക്ഷയുടെ കോപ്പി വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണ്ണാശുപത്രി വരുന്നു, ഷോപ്പിംഗ് മാൾ വരുന്നു എന്നെല്ലാം പ്രചരണം നടത്തുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണ്, വീട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ അപേക്ഷ കൊടുത്തത്. കേരള ഭൂനിയമവും കേന്ദ്ര വന നിയമവും ലംഘിച്ചാണ് മഞ്ചക്കൽ കുന്ന് ഇടിച്ചു നിരത്തുന്നതെന്നും ഇത് കോടതിയെ ബോധിപ്പിക്കുമെന്നും KB സുഭാഷ് പറഞ്ഞു. കേന്ദ്ര വന നിയമം അനുസരിച്ച് ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ പാടില്ല. അവിടെ വൻമരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ തന്നെ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ വെട്ടിയെടുക്കാൻ പാടുള്ളൂ. അതാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കേന്ദ്ര വന നിയമത്തിലെ ഈ വകുപ്പ് കേരളത്തിലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിലൂടെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണിപ്പോൾ ഇതിന്റെ ഉടമസ്ഥർ അവകാശപ്പെടുന്നത്. അങ്ങനെ ലിഫ്റ്റ് ചെയ്യാനുള്ള അവകാശം കേരളത്തിലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുണ്ടോ എന്ന കാര്യം തർക്കവിഷയമാണ്. ഏതായാലും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം എന്ന നിലയിൽ അത് കോടതിയാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടത്. ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താനുള്ള അനുമതി ലഭിച്ചു എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ നിലവിലുള്ള ഭൂനിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ
അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി കഴിയും. നിലവിലുള്ള ഭൂനിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള കുന്നുകൾ ഇടിച്ചു നിരത്താനോ അല്ലെങ്കിൽ പാരിസ്ഥിതിക സന്തുലനം തകർക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ ഒരു വ്യക്തിക്കും അവകാശമില്ല. അതുകൊണ്ട് നിലവിലുള്ള കേരളത്തിലെ ഭൂനിയമവും അതുപോലെ തന്നെ കേന്ദ്ര വനനിയമവും ലംഘിച്ചുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഈ കുന്ന് ഇടിച്ചു നിരപ്പാക്കുന്നത്. രാഷ്ട്രീയമായി സ്വാധീനിച്ച് അനധികൃതമായി സമ്പാദിച്ച ഉത്തരവുകൾ ഉപയോഗിച്ചാണ് ഭൂമാഫിയ മഞ്ചക്കൽ കുന്ന് നിരപ്പാക്കുന്നത്. കേന്ദ്ര വനനിയമം ഭേദഗതി വരുത്താതെ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി എങ്ങനെയാണ് കുന്നിടിക്കാൻ അനുവാദം നൽകുന്നതെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ ചോദിച്ചു. 2 ഏക്കർ നികത്തിയ സ്ഥലം ഇവർക്ക് എടുക്കാവോ? ഇത് കൂടാതെ 70 സെന്റ് നികത്താനാണോ അനുമതിയുള്ളത്? ഇതെല്ലാം തന്നെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. അപ്പൊ അവർക്ക് 2 ഏക്കർ നികത്തിയതിന് ഫൈനിട്ടോട് കൂടിയിട്ട് അത് നികത്തിയതായി കണക്കാക്കപ്പെടാം അല്ലേ? 70 സെന്റ് ഇനി നികത്താനുള്ള അനുമതിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതൊന്നും വ്യക്തതയില്ലാത്ത മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓർഡർ ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. മലയിടിക്കാൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അധികാരമുണ്ടോ? നിയമപ്രശ്നമാണത്. മല ഇടിച്ച് മണ്ണ് നിരപ്പാക്കാൻ ഇവിടെ വേറെ ഡിപ്പാർട്ട്മെന്റാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല. അതിനൊരുപാടുണ്ട്. മല ഇടിക്കാൻ ആരെ അനുമതി കൊടുത്തു? അപ്പോൾ ഇടിച്ച മലക്ക് എന്തിനാണ് 70 സെന്റിന് കൊടുത്തത്? അതാണ് പൊളിറ്റിക്കൽ എയർലൈനിൽ പൊളിറ്റിക്കലായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് LDF ഗവൺമെന്റ് കാലത്ത് വ്യക്തമായൊരു ഓർഡർ ഉണ്ട്. ഒരു കാരണവശാലും ഈ കുന്നിൽ കെട്ടിടം കെട്ടാനോ മലയിടിക്കാനോ പാടില്ല എന്ന വ്യക്തമായ നിയമമാണ്. ആ നിയമത്തിന്റെ കോപ്പി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ നിയമം ആര് മാറ്റി, ആരാൽ മാറ്റി? ഒരു മാറ്റിയതായിട്ടുള്ള വിവരവുമില്ല. സെൻട്രൽ ആക്ടാണ് ഭേദഗതി ചെയ്യേണ്ടത്. സെൻട്രൽ ആക്ട് ഭേദഗതി ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അധികാരമുണ്ടോ? ഇതൊക്കെയാണ് കോടതിയിൽ ചോദ്യം ചെയ്യുന്ന പ്രശ്നം. CPM തൂത ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് മജീദാണ് കുന്നിടിക്കലിന് നേതൃത്വം നൽകുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ CPM ഏരിയ സെക്രട്ടറി KP സുഭാഷ് ഇങ്ങനെ പ്രതികരിച്ചു. മജീദിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ല. കേപ്പു, അത് തീരുമാനിക്കേണ്ടത് അവിടെയാണ്. അവര് ആലോചിച്ച് ന്യായമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റൂ. ഇവിടെ CPIM ഒഴികെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് വരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ മാത്രമല്ലേ ഉന്നയിച്ചിട്ടുള്ളൂ. CPM-നെതിരെ പ്രചരണം നടത്തുന്ന ഭൂമാഫിയകൾക്കെതിരെ മഞ്ചക്കല്ലിൽ തിങ്കളാഴ്ച വൈകിട്ട് പൊതുയോഗം സംഘടിപ്പിക്കുമെന്നും KP സുഭാഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുരുക്കല്ലൂർ പഞ്ചായത്തിലെ മാരായമംഗലം മപ്പാട്ടുകര റോഡ് തകർന്നു കിടക്കുന്ന റോഡിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നു. അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ. നെല്ലായ മപ്പാട്ടുകര റോഡിൽ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മപ്പാട്ടുകര വരെയുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ റോഡിലൂടെ ഗതാഗതത്തെ ആശ്രയിക്കുന്നത്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, മാരായമംഗലം LP സ്കൂൾ, മപ്പാട്ടുകര GLP സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ നടന്നും വിദ്യാർത്ഥികളെയും കൊണ്ടുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഈ പ്രദേശത്തുള്ളവർക്ക് കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിലും ഈ റോഡ് തന്നെയാണ് ആശ്രയം. അരമണിക്കൂർ ഇടവിട്ട് ഈ റോഡിലൂടെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ദിവസം 4 ട്രിപ്പുള്ള ബസ്സുകൾക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഒരു ട്രിപ്പ് മാത്രമേ നടത്താനാകുന്നുള്ളൂ. 4 റൂട്ടിലെ ബസ്സിന് വണ്ടി കംപ്ലൈന്റ് വന്നിട്ട് അവരെ റൂട്ട് കട്ടായിട്ട് അവർ നിർത്തുകയാണ്. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴിയിലിറങ്ങി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ സ്ഥിരമാണ്. വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതുവരെ റോഡ് 2 വർഷം മുമ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. മെമ്പർ ഗ്രാമസഭയിൽ പ്രഖ്യാപിച്ച കാരണമാണ് ഈ റോഡ് ഇങ്ങനെ വരാൻ കാരണം. ജില്ലാ പഞ്ചായത്തിന്റെ അതിലെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകളും ഈ റോഡിന് അനുവദിച്ചിട്ടില്ല, കിട്ടുന്നില്ല. ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ ഈ റോഡ് കാരണം പ്രശ്നത്തിലാണ്. വണ്ടികൾ പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വന്ന് കണ്ട കാഴ്ചയാണല്ലോ. റോഡിന്റെ അനാസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ. പഞ്ചായത്ത് മെമ്പർ ഫസ്റ്റത്തെ മീറ്റിന് പറഞ്ഞത് 2.5 കോടി MLA പാസ്സായിട്ടുണ്ടെന്നാണ്. ആ MLA 2 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞത് കാരണം ഇവിടെ വേറൊരു ഫണ്ട്, ഒരു MPക്കോ വേറൊരു ഫണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഞാൻ ഇതിന് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ്. ഈ വണ്ടി ഒന്ന് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മേത്തേക്ക് ചളി ധരിക്കാറുള്ള ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള സിറ്റുവേഷനാണ്.
അതേസമയം മാരായമംഗലം മപ്പാട്ടുകര റോഡിനോട് ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവഗണന കാണിക്കുകയാണെന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി CP മുഹമ്മദ് MLA അടിയന്തരമായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം രാജൻ പൂതാനയെ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. 2011-2012 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി 2 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികളുമായി പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ടു പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം രാജൻ പൂതനായിൽ പറഞ്ഞു. CP മുഹമ്മദ് MLA പ്രദേശത്തോട് അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ ഉൾപ്പെട്ടിട്ടാണ് മാരായമംഗലത്ത് നിന്നും റെയിൽവേ ലൈനിൽ വരെ റോഡ് നിലകൊള്ളുന്നത്. ഇന്നേ വരെ MDO, ജില്ലാ പഞ്ചായത്തോ അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തോ പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തോ ഈ പുറമത്ര വാർഡിലേക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ ഒരു ഫണ്ട് ആകെ 2 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത്. ആ 2 ലക്ഷം രൂപ കൊണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയില്ല. പിന്നെ പറയണത് MLA ഒന്നും ചെയ്തില്ല. പുറമത്രയിലുള്ള മപ്പാട്ടിലുള്ള ജനങ്ങൾക്കറിയാം, അവിടെ കുടിവെള്ള പ്രശ്നം പരിപൂർണമായി പരിഹരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് റുപ്യ 2010 ശേഷം ഈ കാലയളവ് വരെ MLA അനുവദിച്ചിട്ടുണ്ട്. ഈ റോഡ് അവർ പറഞ്ഞത് ശരി തന്നെയാണ്. റോഡിന് 2011-12 കേരള സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവൃത്തി നടത്തുന്നതിനുള്ള പ്രാരംഭ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ഈ പട്ടാമ്പി നിയോജകമണ്ഡലത്തിലേക്ക് വികസനത്തിന് വേണ്ടി കൊടുത്ത 5 കോടി രൂപയിൽ ഈ പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രമാണ് ഈ ഇപ്പോഴത്തെ പ്രശ്നം കാണുന്നത്. റോഡിന് ശോചനീയാവസ്ഥ ഉണ്ട്, ഇല്ല നമ്മൾ മറച്ചു വെക്കുകയല്ല. നമുക്ക് മറ്റാരും ഈ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ MPയോ പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തോ ഈ അവസ്ഥ കണ്ട് നമുക്ക് ഫണ്ട് അനുവദിച്ചു തന്നിട്ടില്ല. പിന്നെ ഇത്ര കാലം പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അവിടെ നിന്നും വിജയിച്ചത് CPMന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാരായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഒരു മെമ്പർ ജയിച്ചപ്പോൾ കാട്ടുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. ഞായറാഴ്ച മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരങ്ങൾ പൊട്ടിവീണ് വീട് തകർന്നു. തിരുവിഴാംകുന്ന് തോണിപ്പാടം ഉണ്ണികൃഷ്ണന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ശക്തമായ കാറ്റുണ്ടായത്. ശനിയാഴ്ചയും ഞായറാഴ്ച പുലർച്ചെ വരെയും ഈ മേഖലയിൽ കനത്ത മഴയുമുണ്ടായിരുന്നു. ശക്തമായ കാറ്റുകൂടി ഉണ്ടായതോടെയാണ് റബ്ബർ മരങ്ങൾ പൊട്ടിവീണത്. ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കൂരിക്കാടൻ അബ്ദുള്ളയുടെ റബ്ബർ മരങ്ങളാണ് പൊട്ടിവീണത്. വീടിനുള്ളിൽ സുഖമില്ലാതെ കിടക്കുന്ന ഉണ്ണികൃഷ്ണന്റെ അമ്മയും ഭാര്യയും 2 മക്കളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല. വീടിന്റെ മുകളിലിട്ടിരിക്കുന്ന ആസ്ബറ്റോസ് ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു. സംഭവമറിഞ്ഞ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം M. പത്മജ സ്ഥലം സന്ദർശിച്ചു. വീട് ശരിയാക്കുന്നതിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പത്മജ അറിയിച്ചു. RSS ചെർപ്പളശ്ശേരി മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി മഹോത്സവം ആഘോഷിച്ചു. ചെർപ്പളശ്ശേരി വിവേകാനന്ദ നഗറിൽ നടന്ന പരിപാടിയിൽ RSS ദക്ഷിണ ക്ഷേത്രീയ പ്രചാരക് G. സ്ഥാണുമാലയൻ മുഖ്യപ്രഭാഷണം നടത്തി. N. A. ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരപ്പുഴയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാഞ്ഞിരപ്പുഴ പുളിക്കൽ UP സ്കൂളിനടുത്തുള്ള ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ബസ്സുകളെത്തി ഇപ്പോൾ തിരിച്ചുപോകുന്നത്. പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും 75ലധികം റൂട്ടുകളിലായി 30 സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഇവിടെ എത്തുന്നുണ്ട്. കാഞ്ഞിരപ്പുഴയിലേക്കും പാലക്കയം ഇരുമ്പകച്ചോല പ്രദേശങ്ങളിലേക്കുമുള്ള ബസ്സുകളും ഇവിടെ എത്തിയാണ് തിരിച്ചുപോകുന്നത്. ഇത്രയും അധികം ബസ്സുകൾ വന്നെത്തി തിരിച്ചുപോകുന്ന കാഞ്ഞിരപ്പുഴയിൽ ഇതുവരെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ അധികൃതർക്കായിട്ടില്ല. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണത്തിനായി ഇറിഗേഷന്റെ 75 സെന്റ് സ്ഥലം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് വാടകയ്ക്ക് സ്ഥലം വിട്ടു നൽകാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറായെങ്കിലും അതിനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ല. മുൻ ഭരണസമിതിയുടെ കാലത്ത് ബസ് സ്റ്റാൻഡിനായി 80 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി സൗജന്യമായി പഞ്ചായത്തിന് നൽകാൻ സമ്മതിക്കുകയുണ്ടായി. 4.5 വർഷം മുമ്പ് സ്ഥലരേഖ കൈമാറ്റവും നടന്നു. സ്ഥലത്തെ ചുറ്റുമതിൽ നിർമ്മിക്കാൻ പഞ്ചായത്ത് തുകയും വകയിരുത്തി. ഇതിനിടെ പഞ്ചായത്തിലുണ്ടായ ഭരണമാറ്റങ്ങളും അസ്വാരസ്യങ്ങളും കാരണം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ഇപ്പോൾ പദ്ധതി വിസ്മൃതിയിലാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്തെ വാഹനങ്ങൾ കയറ്റുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ബസ് ജീവനക്കാരും യാത്രക്കാരും വിഷമത്തിലാകും. അതിനാൽ ഇറിഗേഷന്റെ സ്ഥലത്തോ സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്തോ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നടപടി ആരംഭിക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഷൊർണൂരിൽ നടന്നു.
സാംസ്കാരിക സമ്മേളനം, കവിയരങ്ങ് എന്നീ പരിപാടികൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. രാവിലെ കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ KN ഗണേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പറയുന്ന ഒരു ഒരു തൊൽക്കാഴ്ച സമൂഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിങ്ങനെയുള്ള കൂടിയിരിപ്പല്ല, ഇതിന്റെ സംവാദമല്ല, അതിന്റെ ചർച്ചകളല്ല, ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപക്ഷെ സംഘർഷങ്ങളല്ല, അതിന്റെ ഫലമായിട്ട് വരുന്ന സംവാദങ്ങളല്ല. പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി VN മുരളി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സെമിനാർ ഭാഷ, സമൂഹം, സാഹിത്യം എന്ന വിഷയത്തിൽ പ്രൊഫസർ KN കുഞ്ഞഹമ്മദ്, സാഹിത്യകാരന്റെ നാളവഴിക എന്ന വിഷയത്തിൽ MM നാരായണൻ, പുരോഗമന കലാസാഹിത്യവും മലയാള കവിതയും എന്ന വിഷയത്തിൽ EP രാജഗോപാൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വൈകിട്ട് കവിയരങ്ങ്, സമാപന സമ്മേളനം എന്നിവയും നടന്നു. സ്വാഗത സംഘം ചെയർമാൻ S കൃഷ്ണദാസ്, N ദിനേശ് ബാബു, EN രാധാകൃഷ്ണൻ, AK ചന്ദ്രൻകുട്ടി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മേഖലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. വിവിധ അവാർഡ് വിതരണം, കലാപരിപാടികൾ എന്നിവയുണ്ടായി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലടങ്ങുന്ന സോൺ 21 വാർഷിക സമ്മേളനമാണ് പട്ടാമ്പിയിൽ നടന്നത്. വാടാനാംകുറിശി ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ മുൻ ദേശീയ പ്രസിഡന്റുമാരായ വാമനകുമാരൻ, സന്തോഷ് കുമാർ, ജില്ലാ മേഖലാ ഭാരവാഹികളും പങ്കെടുത്തു. സിനിമ സീരിയൽ താരം ശരത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കധികം വേദനിപ്പിക്കുന്നുണ്ട്. പല 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 കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാലോ, ഗ്യാസ് 6 ചുരുക്കിയപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് തന്നെ നമ്മൾ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ചുരുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക്. അപ്പോൾ എന്താ പിന്നെ നമുക്ക് മറ്റേ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കാൻ പോകുമ്പോൾ അതിനും KSEB സെപ്പറേറ്റ് മീറ്റർ കൊണ്ടുവയ്ക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രഷേഴ്സ് ആസ് എ പേഴ്സൺ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. സോണിലെ വിവിധ ചാപ്റ്ററുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആർട്ടിസ്റ്റ് AS നായരെ ജന്മഗൃഹമായ കാറൽമണ്ണയിൽ അനുസ്മരിച്ചു. കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമിയിൽ ചീഫ് ആർട്ടിസ്റ്റായിരുന്ന AS നായരെ ജന്മഗ്രാമമായ കാറൽമണ്ണയിൽ പുരോഗമന കലാസാഹിത്യ സംഘമാണ് അനുസ്മരിച്ചത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചിത്രകലയെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണകൾ ഉണ്ടാക്കി തീർക്കൂ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ്. ഈ AS വളരെ ശക്തമായ രേഖകളുടെ ഒരു കലാകാരനായിരുന്നു. ASന്റെ ചിത്രലോകം എന്ന വിഷയത്തിൽ കലാനിരൂപകൻ പ്രൊഫസർ വിജയകുമാർ മേനോൻ, PK ശിവദാസ്, KB സുഭാഷ് എന്നിവർ പ്രഭാഷണം നടത്തി. KB രാജാനന്ദ് AS അനുസ്മരണ പ്രഭാഷണവും നടത്തി. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ശ്രീജ പള്ളം, VG രാജൻ, സുഭാഷ് കുമാർ മുണ്ടക്കോട്ടുകുറിശി, രജീഷ് ഷൊർണൂർ, വിപിൻ ദാസ് കൈലിയാട് എന്നിവരുടെ ചിത്രപ്രദർശനവും കുട്ടികളുടെ ചിത്രരചനാ മത്സരവും നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. KT സത്യൻ, P കൃഷ്ണദാസ്, M സിജു, V വാസു തുടങ്ങിയവർ സംസാരിച്ചു. NSS ശ്രീകൃഷ്ണപുരം കരയോഗം കുടുംബസംഗമം ഞായറാഴ്ച നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലെ അനർഹരും ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട്. മറ്റു സമുദായത്തിലെ ആത്മീയ ആചാര്യന്മാർ വിജിലൻസ് കേസുകളിൽ കുടുങ്ങുമ്പോൾ NSS അംഗങ്ങളിലെ ആരും തന്നെ വിജിലൻസ് കേസുകളിൽ കുടുങ്ങിയിട്ടില്ലെന്നും VP ഹരിദാസ് പറഞ്ഞു. കേരളം ഇന്ത്യയുടെ അല്ലേ ഒരിക്കലും വിദ്യാഭ്യാസമില്ല. ആ മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പല ആത്മീയ നേതാക്കളും വിജിലൻസ് കേസ് ശ്രദ്ധിക്കുന്നത്. നമ്മളാരും ഉദാഹരണത്തിന് കൊടുക്കുന്നില്ല, നമ്മൾ കൈകൊടുക്കാൻ കൊടുക്കുന്നില്ല. എന്താ കാരണം? എമർജിംഗ് കേരളയുടെ മറവിൽ വൻ ഭൂമി തട്ടിപ്പാണ് നടക്കുന്നതെന്നും VP ഹരിദാസ് കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മന്നം നഗറിൽ നടന്ന കുടുംബസംഗമത്തിൽ കരയോഗം പ്രസിഡന്റ് PA കാളിദാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ K ബാലകൃഷ്ണനെ VP ഹരിദാസ് ആദരിച്ചു. കൂടാതെ 84 വയസ്സ് പൂർത്തിയായ കരയോഗം അംഗങ്ങളെ ആദരിക്കലും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കരയോഗം അംഗങ്ങളുടെ മക്കളെയും മക്കളെ മൊമെന്റ് നൽകിയും അനുമോദിച്ചു. രവീന്ദ്രനാഥ്, കരയോഗം സെക്രട്ടറി പമ്പാജാതൻ, സരസ്വതി അമ്മ, MP രവീന്ദ്രൻ, PS സുകുമാരൻ, ഡോക്ടർ അച്യുതൻകുട്ടി, ശ്രീകൃഷ്ണപുരം മോഹൻദാസ്, ഹരികുമാർ, P ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വീണ്ടും വിവാദത്തിൽ. കെട്ടിട നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തി വീണ്ടും കോടതിയെ സമീപിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം പരാതികൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്.
മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ മംഗലാംകുന്നിനും തിരുവാഴൂരിനുമിടയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മാണം നടക്കുന്നത്. 45 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നാൽ കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വകാര്യ വ്യക്തി ഒറ്റപ്പാലം കോടതിയിൽ പരാതി നൽകിയിരുന്നു. കെട്ടിടം വരുന്നതോടെ തന്റെ സ്ഥലത്തേക്ക് വായുവും വെളിച്ചവും ലഭിക്കില്ലെന്ന് കാണിച്ചാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചത്. കെട്ടിട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയും പിന്നീട് കോടതി പരാതി തള്ളുകയുമാണുണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തി കഴിഞ്ഞ ദിവസം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പരാതി പരിശോധിച്ച് വീണ്ടും തള്ളുകയുമാണുണ്ടായത്. എന്നാൽ സ്വകാര്യ വ്യക്തി നാടിന്റെ വികസന മുരടിപ്പാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കെട്ടിടം വരുന്നതോടെ ഒരു വ്യക്തിക്കും ഇതുമൂലം പ്രയാസങ്ങൾ സംഭവിക്കില്ലെന്നും സ്ഥലത്തെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടിയാണ് ഇത്തരം പ്രഹസനങ്ങൾ നടക്കുന്നതെന്നും DCC അംഗം പി സ്വാമിനാഥൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഈ സ്ഥാപനത്തിനെതിരെ തൽപര കക്ഷികൾ നിരന്തരം ഈ പണി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റേഷൻ പണി നടക്കുന്നതിന്റെ ബാക്കിലുള്ള സ്ഥലത്ത് വീട് വെച്ച് കുടുംബസമേതം താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്, അസംബന്ധമാണ്. ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട നീതിന്യായ സ്ഥാപനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടിൽ വരുന്ന സ്ഥാപനത്തിനെതിരെ തൽപര കക്ഷികൾ നടത്തുന്ന ഈ കുൽസിത ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കേണ്ടതുണ്ട്. സിനിമാ പിന്നണി പ്രവർത്തകരായ യുവ കലാകാരന്മാർക്ക് ജന്മനാടിന്റെ സ്നേഹാദരം. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയെയും പിന്നണി ഗായകൻ സിയാദിനെയുമാണ് ആദരിച്ചത്. അനങ്ങനടി ഡിവൈഎഫ്ഐ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനങ്ങനടി പത്തംകുളം സ്വദേശി സിയാദിനെയും ഒറ്റപ്പാലം കണ്ണിയമ്പുറം സ്വദേശി സ്റ്റീഫൻ ദേവസിയെയും അനുമോദിച്ചത്. അനുമോദന സദസ്സ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാർ എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് MP രാജേഷ് MP പറഞ്ഞു. ആ വാൾ സ്ട്രീറ്റ് പിടിച്ചിറക്കൽ പ്രക്ഷോഭം രാഷ്ട്രീയമായ ഒരു സമരം. വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുതലാളിത്തത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. അവിടെ 10,000-കണക്കിന് ആളുകൾ ഒരു വർഷമായിട്ടാണ് സമരരംഗത്താണ് അമേരിക്കയിൽ, ന്യൂയോർക്കിൽ. ആ സമരത്തിന് പിന്തുണ അറിയിക്കാൻ, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അമേരിക്കയിലെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സംഗീതജ്ഞന്മാർ, കലാകാരന്മാർ, ഹോളിവുഡ് നടന്മാർ, നടിമാർ ഇവരെല്ലാവരും എത്തിയുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയില്ല. അവർ വേറെ ചില നിസ്സാര കാര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തിൽ പോലും കലാകാരന്മാരുടെ സാന്നിധ്യം പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CP ശശികുമാർ, C അബ്ദുൽ ഖാദർ, KP സുധീർ, KT മുഹമ്മദ്, TK മുഹമ്മദ്, B ദരേഷ്, PP ജമാൽ നാസർ, AK ഫൈസൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. ഏകദേശം ഒരു 200-ലധികം പാട്ടുകാരുടെ കൂടെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ കോൺടെസ്റ്റന്റെയും റിയാലിറ്റി ഷോ കുട്ടികളുടെ കൂടെ. അതിലെനിക്ക് വളരെ വ്യത്യസ്തമായ ശബ്ദമാണ് ചെയ്യാറുള്ളത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്ഐ തൂത യൂണിറ്റ് നാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായ P രാമകൃഷ്ണൻ, M സിജു, P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ബാലസംഘം മൂച്ചിത്തോട്ടം അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. മണ്ണാർക്കാട് അട്ടപ്പാടി പശ്ചാത്തലമായി പുതിയ ചലച്ചിത്രം ഒരുങ്ങുന്നു. മണ്ണാർക്കാട്ടെ കലാകാരന്മാർ തന്നെ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഓർക്കാൻ മറന്നുവോ എന്ന ചിത്രമാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ പൂജ തിങ്കളാഴ്ച മണ്ണാർക്കാട് എമറാൾഡ് ഹാളിൽ നടക്കുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിവുണ്ടായിട്ടും അറിയാതെ പോകുന്ന മണ്ണാർക്കാട്ടെ കലാകാരന്മാരെ അണിനിരത്തിയാണ് ചലച്ചിത്രമൊരുക്കുന്നത്. മണ്ണാർക്കാട്, കുന്തിപ്പുഴ, അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങൾ പ്രധാന ലൊക്കേഷനുകളാകും. സാഹിത്യകാരൻ KPS പയ്യനടത്തിന്റെ ഒരു ഗാനവും ചിത്രത്തിലുണ്ടാകും. പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ മണ്ണാർക്കാട് ഒരു സാധാരണ കുടുംബത്തിലെ കഥയാണുള്ളതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. മണ്ണാർക്കാട് നിരവധി കലാകാരന്മാർ മണ്ണാർക്കാട്ടിലുണ്ട്. അവർക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരമുള്ള ആൾക്കാരെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ മണ്ണാർക്കാടിനെ ലോകത്തിന് പരിചയപ്പെടുത്തുകയുമാണ് നമ്മളിതൊന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാവരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെയും ആ ഒരു തീരുമാനത്തെ യോജിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നാളെ എമറാൾഡ് ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഇനോഗ്രേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓർക്കാൻ മറന്നുവോ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനവും രചനയും നിർവഹിക്കുന്നത് കൃഷ്ണൻ P അള്ളമ്പാടമാണ്. ദിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ABGയും മണ്ണാർക്കാട്ടെ കലാകാരന്മാരും കൂട്ടായ്മയിലൂടെ ചിത്രം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മണ്ണാർക്കാട്ട് നിന്നൊരു സിനിമയാണ് ലക്ഷ്യമെന്നും പ്രവർത്തകർ പറഞ്ഞു. സംവിധായകൻ കൃഷ്ണൻ P അള്ളമ്പാടം, പ്രവീൺ മുതുകുർശി, ശ്രീഹരി, ഗോപാലകൃഷ്ണൻ, ബാലഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവരാത്രി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച അഭിഷേക് രഘുറാമിന്റെ സംഗീത കച്ചേരി അരങ്ങേറി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. താലൂക്ക് രൂപീകരണമില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ തീരുമാനം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കിയവരാണ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. ചെർപ്പളശ്ശേരി, നെല്ലായം, മഞ്ചക്കൽ, കുന്നിടിക്കലിനെ ശക്തമായി നേരിടാൻ CPM തീരുമാനം. CPMനെതിരെ വ്യാജ പ്രചരണം ഭൂമാഫിയകൾ നടത്തുന്നുവെന്ന് ഏരിയ സെക്രട്ടറി. രാഷ്ട്രീയ സ്വാധീനത്തിൽ നേടിയ ഉത്തരവുകളാണ് ഭൂമാഫിയയുടേതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ. പുലിക്കല്ലൂർ മപ്പാട്ടുകര മാരായമംഗലം റോഡിനോട് അവഗണനയെന്ന് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് അവഗണിക്കുകയാണെന്ന് വാർഡംഗം. MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുമെന്നും വാർഡംഗം. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. റബ്ബർ മരം പൊട്ടിവീണ് വീട് തകർന്നു. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും കാഞ്ഞിരപ്പുഴയിൽ ബസ് സ്റ്റാൻഡില്ല. സഞ്ചാരികളെ ഓർത്തെങ്കിലും സ്റ്റാൻഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.